നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാൻ മുന്നണി വിപുലീകരണം ലക്ഷ്യമിട്ട് UDF. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിപുലീകരണം സാധ്യമാക്കുമെന്ന് VD സതീശൻ. അടിത്തറ ശക്തമായിരിക്കും, വിപുലീകരിക്കപ്പെടും, പലതരത്തിൽ പല രീതിയിലാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ എത്തിക്കണമെന്ന് മുസ്ലിം ലീഗ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് പ്രവേശ സാധ്യത തള്ളി PJ ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF. 80-ന് മുകളിൽ സീറ്റുകൾ നേടാനാകുമെന്ന് വിലയിരുത്തൽ. പത്തനംതിട്ടയിലും എറണാകുളത്തും മലപ്പുറത്തും വൻ മുന്നേറ്റം. LDF-ന് നേടാനാവുക 58 സീറ്റുകളെന്നും പ്രവചനം. കോൺഗ്രസിന്റെ മോദി ഖബർ മുദ്രാവാക്യത്തെ ചൊല്ലി പ്രക്ഷുബ്ധമായി പാർലമെന്റ്. പ്രധാനമന്ത്രിയുടെ മരണമാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്ന് JP നദ്ദ. കോൺഗ്രസ് മരണത്തിന് ജയ് വിളിക്കുന്നവരെന്ന് കിരൺ റിജിജു. രാഹുലും സോണിയയും മാപ്പ് പറയണമെന്ന് BJP. ഇരുസഭകളും ബഹളത്തിൽ പിരിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ പ്രഹരത്തിന്റെ ആഘാതം വിട്ടുമാറാതെ ഇടതുമുന്നണി. തോൽവി വിശദമായി ചർച്ച ചെയ്യാനുള്ള CPIM CPI നേതൃയോഗങ്ങൾ പുരോഗമിക്കുന്നു. നിർണായക LDF യോഗം നാളെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് വഴിയൊരുക്കിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയെന്ന് CPI. BJP-യുമായി സർക്കാരിന് ബന്ധമുണ്ട് എന്ന പ്രചാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചർച്ചയായെന്നും ബിനോയ് വിശ്വം. വൈകിയെങ്കിലും സത്യം തിരിച്ചറിഞ്ഞതിൽ സന്തോഷം എന്ന് കോൺഗ്രസ്. തിരുവനന്തപുരം മേയർ ആരാകുമെന്നതിൽ ഉദ്വേഗം തുടരുന്നു. BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷിന് നറുക്ക് വീഴാൻ സാധ്യത. R ശ്രീലേഖ ഡെപ്യൂട്ടി മേയറായേക്കും. കോഴിക്കോട് ജയശ്രീക്ക് മുൻതൂക്കം. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഉറച്ച UDF. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധിക്ക് പിന്നാലെ പത്തനംതിട്ട CPIM-ൽ ഉൾപാർട്ടി കലഹം. തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിക്കാർ കാലുവാരിയെന്ന് മുൻ MLA KC രാജഗോപാൽ. കാലുവാരാൻ നേതൃത്വം കൊടുത്തത് ഏരിയ സെക്രട്ടറിയെന്നും തുറന്നടിക്കൽ. കോഴഞ്ചേരി ഏരിയ കമ്മിറ്റിയിൽ അടിയന്തര യോഗം. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തിന്റെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി വിചാരണ കോടതി. അതിക്രമ സമയത്ത് പൾസർ സുനി ഫോണിൽ ബന്ധപ്പെട്ട ശ്രീലക്ഷ്മി ആര് എന്ന് ചോദ്യം. ശ്രീലക്ഷ്മിയെ സാക്ഷിയാക്കാത്തത് എന്തുകൊണ്ട്? ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാത്തത് സംശയാസ്പദമെന്നും കോടതി. ഗൂഢാലോചന തെളിയിക്കാൻ ഒരു കഷണം കടലാസ് പോലും തെളിവായില്ല എന്നും വിധിയിൽ വിമർശം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ ശബരിമല ദർശനം നടത്തി ദിലീപ്. എതിർപ്പ് ശക്തമായതോടെ എറണാകുളം ശിവക്ഷേത്രത്തിലെ പരിപാടിയിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കി ക്ഷേത്ര കമ്മിറ്റി. ഉത്സവ കൂപ്പൺ ഉദ്ഘാടകനായി തീരുമാനിച്ചിരുന്നത് ദിലീപിനെ. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീൽ പരിഗണിക്കാൻ മാറ്റി. ക്രിസ്തുമസ് അവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് വ്യാഴാഴ്ച വരെ നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ച് UDF MP-മാർ. കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. പ്രതിഷേധിച്ചത് ആന്റോ ആന്റണി MP-യുടെ നേതൃത്വത്തിൽ.
കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ. പാർട്ടിക്ക് ദിശാബോധം നഷ്ടപ്പെട്ടെന്ന സംഘപരിവാർ അനുകൂലിയുടെ പോസ്റ്റ് എക്സിൽ പങ്കുവെച്ച് കുത്ത്. രാഹുൽ ഗാന്ധിക്കും തരൂരിനും 2 പ്രത്യയശാസ്ത്ര പ്രവണതയെന്നും പോസ്റ്റിൽ. തരൂരിന്റെ വിവാദ റീപോസ്റ്റിംഗ് നിരീക്ഷണങ്ങൾക്ക് നന്ദി എന്ന കുറിപ്പോടെ. മലപ്പുറം തെന്നലയിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി വിജയിച്ച LDF സ്വതന്ത്രൻ. വോട്ടിനു വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളെ കാഴ്ചവെക്കരുത് എന്ന് KV മജീദ്. പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്നെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വളാഞ്ചേരിയിൽ ലീഗ് പ്രാദേശിക നേതാവിന്റെ കൊലവിളി പ്രസംഗം. ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തട്ടി മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോകില്ല എന്ന് ഇവിടെയുള്ള നാരികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. BJP വിജയാഘോഷത്തിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി മണ്ണാർക്കാട് നഗരസഭയിൽ തോറ്റ LDF സ്ഥാനാർത്ഥി. പരിപാടിയിൽ പോയത് സുഹൃത്തായതുകൊണ്ടെന്ന് അഞ്ജു സന്ദീപ്. ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റുകാരിയെന്നും അതിൽ മാറ്റമില്ലെന്നും അഞ്ജു. പാലാ നഗരസഭയിൽ സ്വതന്ത്രരായി ജയിച്ച പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ തീരുമാനം ഉറ്റുനോക്കി മുന്നണികൾ. 3 വാർഡിലെയും വോട്ടർമാരുടെ അഭിപ്രായത്തിനു ശേഷം തീരുമാനമെന്ന് കുടുംബം ഹലോ മലയാളത്തിൽ. അവസരങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് എന്ന ഉറച്ച വിശ്വാസത്താൽ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന രീതിയിലൊരു ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ അത് പൂർണ്ണമായി ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും അവസരം നൽകുന്ന ഒരു വലിയ സന്തോഷകരമായ കാര്യമുണ്ട്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. സ്വതന്ത്രരായി ജയിച്ചത് ബിനു പുളിക്കക്കണ്ടം, മകൾ ദിയ ബിനു, ബിനുവിന്റെ സഹോദരൻ ബിജു എന്നിവർ. കൊല്ലം ചാത്തനാകുളത്ത് 3ാം ക്ലാസ്സുകാരനോട് അധ്യാപകന്റെ കൊടും ക്രൂരത. ഹോംവർക്ക് ചെയ്യാത്തതിന് കുട്ടിയെ തല്ലിച്ചതച്ചു. ക്രൂരതയുടെ തെളിവുകൾ പുറത്ത്. പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി കൊടുത്തിട്ടും നടപടിയില്ല എന്ന് പിതാവിന്റെ ആരോപണം. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് റിപ്പോർട്ട് ഇന്ന്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്തും. കണ്ണൂർ മാക്കൂട്ടം ചുരത്തിൽ ബസ്സിന് തീപിടിച്ചു. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. അപകടത്തിൽപ്പെട്ടത് കർണാടകയിലേക്ക് പോവുകയായിരുന്ന ബസ്. ആളപായമില്ല. ഒഴിവായത് വൻ ദുരന്തം. എറണാകുളം കോതമംഗലത്ത് കാട്ടാന ശല്യം അതിരൂക്ഷം. ഒരാഴ്ചയായി പ്രദേശത്ത് കാട്ടാനക്കൂട്ടത്തിന്റെ സ്വൈര്യവിഹാരം. ആശങ്കയിൽ നാട്ടുകാർ. ന്യൂസ് മലയാളം ബിഗ്ഗസ്റ്റ്. KSRTCയുടെ 100 കോടി കാണാതായതിൽ വഴിമുട്ടിയ അന്വേഷണം. 5 വർഷമായിട്ടും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. തുടർ നടപടികളെക്കുറിച്ച് അറിയില്ല എന്ന് KSRTCയുടെ വിചിത്ര മറുപടി. കണ്ണൂരിൽ മദ്യപിച്ച് വാഹനമോടിച്ച പോലീസുകാരനെതിരെ കേസ്. കുരുക്കായത് സ്പെഷ്യൽ ബ്രാഞ്ച് SIയും സിനിമാ താരവുമായ P ശിവദാസന്. ശിവദാസൻ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷം ചെയ്തയാൾ. രാജ്യതലസ്ഥാനത്ത് പുകമഞ്ഞ് രൂക്ഷമായതോടെ താറുമാറായി വ്യോമ റെയിൽ റോഡ് ഗതാഗതം. പ്രധാനമന്ത്രിയുടെയും മെസ്സിയുടെയും വിമാനമടക്കം വൈകി. ഡൽഹിയിൽ നിന്നുള്ള 40 വിമാന സർവീസുകൾ റദ്ദാക്കി. പലയിടങ്ങളിലും വായു ഗുണനിലവാര സൂചിക 500-നോടടുത്തു. ലിയോണൽ മെസ്സി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച റദ്ദാക്കി. തീരുമാനം പുകമഞ്ഞു കാരണം വിമാനം വൈകിയതോടെ. മെസ്സിക്കായി വൻ സ്വീകരണമൊരുക്കാനൊരുങ്ങി ഡൽഹി. മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം ഇന്ന് അവസാനിക്കും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ജോർദാൻ, എത്യോപ്യ, ഒമാൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടേക്കും. ഒമാനെ ഞെട്ടിച്ച് വൻ കവർച്ച. ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന് 23.5 കോടി രൂപയുടെ സ്വർണം കവർന്ന 2 പേർ പിടിയിൽ. യൂറോപ്യൻ സ്വദേശികളെ പിടികൂടിയത് സാഹസികമായി. പ്രതികൾ ഒമാനിലെത്തിയത് ടൂറിസ്റ്റ് വിസയിൽ. കൊളംബിയയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 17 ആയി. 20 പേർ ചികിത്സയിൽ. അപകടത്തിൽപ്പെട്ടത് ഗ്രാജുവേഷൻ ദിനാഘോഷത്തിന് ശേഷം മടങ്ങിയ +1 വിദ്യാർത്ഥികൾ. അപകട കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയത് എന്ന് പ്രാഥമിക നിഗമനം. ചിലിയിലെ 38ാമത് പ്രസിഡന്റായി തീവ്ര വലതുപക്ഷ നേതാവ് ഹോസെ ആന്റോണിയോ കാസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി യാനറ്റ് ഹാരയെ പരാജയപ്പെടുത്തിയത് 58% വോട്ടോടെ. 3.5 പതിറ്റാണ്ടിനിടെ രാജ്യത്ത് തീവ്ര വലതുപക്ഷം ഭരണം പിടിക്കുന്നത് ഇതാദ്യമായി. അമേരിക്ക ബ്രൗൺ സർവകലാശാലയിലുണ്ടായ വെടിവെപ്പിൽ അക്രമിയെന്ന് സംശയിച്ച് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ വിട്ടയച്ചു. അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് എന്ന് പോലീസ്. ആക്രമണത്തിൽ പരിക്കേറ്റ 9 പേർ ചികിത്സയിൽ തുടരുന്നു. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം ജർമ്മനിയിൽ. ട്രംപിന്റെ മരുമകൻ ജെറാൾഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും സംഘത്തിൽ. യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ച് ബെർലിനിൽ ചേരാനിരിക്കുന്ന സമാധാന ഉച്ചകോടിക്ക് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലെ സംഘർഷം രൂക്ഷം. കംബോഡിയയിലേക്കുള്ള എണ്ണ കയറ്റുമതി നിർത്താൻ തായ്ലൻഡ്. കംബോഡിയയുടെ ഭീഷണി അവസാനിക്കും വരെ സൈനിക നടപടികൾ തുടരുമെന്ന് തായ് പ്രധാനമന്ത്രി. സൂപ്പർ ലീഗ് കേരള ഫൈനലിൽ കണ്ണൂരിന്റെ എതിരാളികളെ ഇന്നറിയാം. 2ാം സെമിയിൽ തൃശൂർ മാജിക് FC മലപ്പുറത്തെ നേരിടും. മത്സരം രാത്രി 7:30 തൃശൂരിൽ. കണ്ണൂർ വാരിയേഴ്സ് ഫൈനലിൽ എത്തിയത് കാലിക്കറ്റിനെ തോൽപ്പിച്ച്.